ഛേ, എന്താടോ ഇത്? നമ്മുടെ പണി തീർത്ത 44 ഫ്ലാറ്റുകൾ വാങ്ങാൻ ആരുമില്ല. അവിടെ ആദിത്യവർമ്മയുടെ ഫ്ലാറ്റുകൾ വാങ്ങാൻ ആളുകൾ ക്യൂവാ. എന്താ ഇത്? അതാണ് ആദിത്യവർമ്മ. നമ്മൾ 50 ലക്ഷത്തിന് കൊടുക്കുന്ന ഫ്ലാറ്റ് അവർ വെറും 30 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മാത്രവുമല്ല, നമ്മളെപ്പോലെ പരസ്യമൊന്നും കൊടുക്കാത്തതിനാലേ ആ ഇനത്തിൽ ലക്ഷങ്ങളാണ് ലാഭിക്കുന്നത്. ആദിത്യവർമ്മ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ എന്തിനാടോ പരസ്യം? ആ വർമ്മയെ നല്ല ഓഫറുകളെല്ലാം കൊടുത്ത് ഞങ്ങളുടെ കമ്പനിയിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്തായി? ഒരു രക്ഷയില്ല. മാസം തോറും 1 അല്ല 2 ലക്ഷം രൂപ അധികം കൊടുക്കാന്ന് പറഞ്ഞാലും ആ കമ്പനി ഉപേക്ഷിച്ച് അയാൾ വരും തോന്നില്ല. അതെന്താടോ അങ്ങനെ? ആ സ്നേഹയെ വിട്ടുവരാൻ അവന് വല്ല പ്രയാസമുണ്ടോ? കാര്യം അവളൊരു സിനിമാ നടിയെ പോലെ ഗ്ലാമർ ആണെങ്കിലും വർമ്മ പക്ക ഡീസൻ്റാ. എന്തിന്, സൈറ്റിലെ സ്ത്രീ തൊഴിലാളികളോട് വരെ അയാൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറും. എടാ, ഞാനൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ച അത് നടത്തിയിരിക്കും. നീ നോക്കിക്കോ, എങ്ങനെയെങ്കിലും ആ വർമ്മയെ നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ ആക്കിയിരിക്കും. ഈ ആയുസ്സിൽ അത് നടക്കൂല. നടക്കും. അതിനു വേണ്ടത് അവനും സ്നേഹിയും തമ്മിൽ തെറ്റണം. എങ്കിലവൻ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു ചേരും. അതിന് സ്നേഹം ഒരിക്കലും വർമ്മയുമായി തെറ്റില്ല. വർമ്മയെ നിലനിർത്താൻ അവൾ ഏതറ്റം വരെയും പോകും. കാരണം വർമ്മ പോയാൽ ആ കമ്പനി നശിക്കുന്ന അവൾക്കറിയാം. താൻ ആദിത്യവർമ്മയുടെ ഭാര്യയുടെ നമ്പറിങ് തന്നെ. എന്തിനാ അത്? താൻ താ. ഹലോ ഹലോ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നിങ്ങളുടെ ഭർത്താവ് അയാളുടെ കമ്പനി ഓണർ സ്നേഹയുമായി ഒരു അവിഹിത ബന്ധം പുലർത്തുന്നുണ്ട്. ദിവസവും ഉച്ച കഴിഞ്ഞാൽ സ്നേഹയുടെ കൂടെയാണ് കിടപ്പ്. എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിലെ ആരോട് ചോദിച്ചാലും മതി. എന്തിന്? മാസം തോറും 2 ലക്ഷം രൂപ അധികം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അയാൾ കമ്പനി വിട്ട് വരുന്നില്ല. ഇത് ഞാൻ വിശ്വസിക്കില്ല. അധികം വൈകാതെ സ്നേഹ ആദിത്യയുടെ കുഞ്ഞിനെ പ്രസവിക്കും. അപ്പൊ വിശ്വസിച്ചാൽ മതി. അതോടെ അയാൾ നിങ്ങളെ ഒഴിവാക്കി സ്നേഹയെ കല്യാണം കഴിച്ചു കൂടും. അപ്പോഴെങ്കിലും ഇതെല്ലാം വിശ്വസിച്ചാൽ മതി. ഈ നമ്പർ ഏൽക്കുവോ? ഇതോടെ അവന് ഒന്നുകിൽ ഭാര്യയെ നഷ്ടാവും, അല്ലെങ്കിൽ സ്നേഹയെ. രണ്ടായാലും നമുക്ക് ഗുണം തന്നെ. മൂന്നാറിലെ റിസോർട്ടിന്റെ ജോലികൾ അടുത്ത ആഴ്ച തന്നെ തുടങ്ങും കേട്ടോ. അത് 21-നല്ലേ? അതെ. അല്ല, കഴിഞ്ഞ ദിവസം RP ഗ്രൂപ്പ് കമ്പനിയിൽ നിന്നും വർമാജിക്ക് നല്ലൊരു ഓഫർ വന്നുവെന്ന് കേട്ടു. എന്തായി? ഈശ്വര, ഇവിടെ മിണ്ടാപ്പൂച്ചയായിട്ടിരുന്നിട്ട് ഇതൊക്കെ എങ്ങനെ കൃത്യമായി മണത്തറിയുന്നു. ഏതായാലും ഞാൻ ആ ഓഫർ ഒഴിവാക്കി. വർമാജി പ്ലീസ്, ഈ കമ്പനി ഉപേക്ഷിച്ച് പോകരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നോക്ക് സ്നേഹ, ഞാൻ അങ്ങനെ കമ്പനി ഉപേക്ഷിച്ചു പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അടുത്ത മാസം മുതൽ ഞാൻ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാം, കൂടാതെ ലാഭത്തിന്റെ വിഹിതവും. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമായി വരുമ്പോൾ ഞാൻ ചോദിക്കാം. വർമാജി, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. രാത്രിയിലെ ഡിന്നർ വീട്ടിൽ നിന്നാകാം. വർമാജി എന്തായാലും വരണം. അതെന്താ എന്നെ മാത്രം വിളിക്കുന്നത്? വിവാഹശേഷം ഞാൻ കുടുംബസമേതം മാത്രമേ എവിടെയും പോകാറുള്ളൂ. ജീവിതത്തിൽ എന്റെ ആകെ ഒരു ഫ്രണ്ട് വർമാജി മാത്രമാണ്. പിന്നെ ഒരു അല്പം സ്വകാര്യ നിമിഷങ്ങൾ നമുക്ക് നമ്മുടേതായി പങ്കുവെക്കാലോ. ഇന്നത്തോടെ ഞാൻ ചേട്ടന്റെ എല്ലാ ടെൻഷനും മാറ്റിത്തരും. നോക്ക്, എന്റെ ടെൻഷൻ മാറ്റാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുണ്ട്. എനിക്ക് ഒരിക്കലും അവളെ വഞ്ചിക്കാൻ പറ്റില്ല. അതിന് അവരിപ്പോൾ ഇതൊന്നും അറിയാൻ പോണില്ലല്ലോ. നോക്ക് സ്നേഹ, നിങ്ങൾ എന്റെ കമ്പനിയുടെ ഓണറാണ്. ഒരിക്കലും ആ സ്റ്റാൻഡ് വിട്ട് സംസാരിക്കരുത്. ഓക്കെ, എന്നാൽ പിന്നെ വർമാജി ഭാര്യയും മകളുമായി എന്റെ വീട്ടിലേക്ക് വരണം. ഞാൻ കാത്തിരിക്കും. യു മസ്റ്റ് കം. ഓക്കെ, താങ്ക് യു. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കടാ, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?